ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. +1 അക്കൗണ്ടൻസിയിൽ നിന്ന് 15 മാർക്ക് ഈസി ആയിട്ട് ഏതൊരു കുട്ടിക്കും 15 മാർക്ക് ഈസി ആയിട്ട് മേടിക്കാനുള്ള ഒരു ട്രിക്കാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ജസ്റ്റ് ഒരു പാസ് മാർക്ക് മതി എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകുമല്ലോ. അപ്പോൾ 15 മാർക്ക് പോരാ പാസ് മാർക്കിന്, നമുക്ക് 24 മാർക്സ് വേണം. അപ്പോൾ അതിൽ 15 മാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ആദ്യം സ്കോർ ചെയ്യാൻ നമുക്ക് നോക്കാം. എന്നിട്ട് അടുത്ത മാർക്കിന് നോക്കാമല്ലോ. അതിലൊന്നാണ് ജേർണൽ എൻട്രീസ്. ഭാഗ്യം ഉണ്ടെങ്കിൽ 8 മാർക്കിനും ഭാഗ്യം ഇല്ലെങ്കിൽ 5 മാർക്കിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭയങ്കര സിമ്പിളാണ് ജേർണൽ എൻട്രി. ഒരുവിധം ജേർണൽ എൻട്രീസ് എല്ലാം എഴുതാൻ ഈ ഒരു ട്രിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ട്രിക്കൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയാൽ, ഒരാൾ പോകുമ്പോൾ നമ്മൾ ടാറ്റ കൊടുത്തല്ലേ വിടാറ്, അപ്പോൾ ടാറ്റയുടെ ടി ഓർത്താൽ മതി. സോ ക്യാഷ് പോയാൽ ടു ക്യാഷ് എന്നാണ് ജേർണൽ എൻട്രി വരുന്നതെന്ന് ഓർക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരാണെങ്കിലോ, ക്യാഷ് ആയാലും ബാങ്ക് ആണെങ്കിലും സെയിം തന്നെ കേട്ടോ. ക്യാഷ് വന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതണം. ഈ 2 റൂള് പഠിച്ചു വെച്ചാൽ മതി. ഒരുവിധം ജേർണൽ എൻട്രി ഒക്കെ നിങ്ങൾക്ക് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും മിസ്സേ? നോക്കിയേ, സാലറി പെയ്ഡ്. ഓക്കെ, സാലറി പെയ്ഡ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയില്ലേ, അതായത് കമ്പനിയുടെ കയ്യിൽ നിന്ന് കാശ് പോയില്ലേ, കാശ് പോയപ്പോൾ എന്താ, ടു ക്യാഷ്. മുകളിൽ എന്ത് എഴുതണം, സാലറി അക്കൗണ്ട് ഡെറ്റർ. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി സ്റ്റാർട്ടഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ കാശ് വന്നില്ലേ, വരുമ്പോൾ എന്ത് എഴുതണം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അത് കൊണ്ടുവന്നത് എന്താണ്, ക്യാപിറ്റലാണ്, അപ്പോൾ ടു ക്യാപിറ്റൽ. ഇനി ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പൈസ ബാങ്കിൽ കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയപ്പോൾ ടു ക്യാഷ്. വന്നത് എന്താ, ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ഇത്രയല്ലേ ഉള്ളൂ. എല്ലാ ജേർണൽ എൻട്രീസും ഇങ്ങനെ എഴുതിക്കൂടെ? ഇത്രയുള്ളൂ മക്കളെ. സോ സിമ്പിളാണ്. ഇതിൽ എളുപ്പത്തിൽ ആരും നിങ്ങളെ ജേർണൽ എൻട്രി പഠിപ്പിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ജേർണൽ എൻട്രി എഴുതി 5 അല്ലെങ്കിൽ 8 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ട്രയൽ ബാലൻസ്. അതും സൂപ്പർ ഈസിയാണ്. ഭാഗ്യവഴി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇതിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ പറ്റില്ല. ആ ട്രിക്ക് മിസ് ഫൈനൽ എക്സാമിന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ട്രയൽ ബാലൻസ് ഭയങ്കര സിമ്പിളാണ്. അതിന് ഈ ഒരു റൂൾ ഓർത്താൽ മതി. അതായത് അസറ്റ്, എക്സ്പെൻസസ്, ഇത് രണ്ടും നമ്മൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, ഇത് മൂന്നും നമ്മൾ ക്രെഡിറ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടല്ലോ. ഇവിടെ നെയിം ഓഫ് അക്കൗണ്ട്, ഇവിടെ ഡെബിറ്റ്, ഇവിടെ ക്രെഡിറ്റ് ആണല്ലോ. അപ്പോൾ അത് ക്യാപിറ്റൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്യാപിറ്റലിന് എന്ത് ബാലൻസ് എന്നാണ് പറഞ്ഞേ, ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഇവിടെ വേണം എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അവിടെ മെഷീനറി തന്നിട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ മെഷീനറി എന്താണ്, അസറ്റാണ്. അസറ്റിന് എന്താ, ഡെബിറ്റ് ആണ്. അപ്പോൾ അവിടെ എഴുതണം. ക്യാഷ് തന്നിട്ടുണ്ട്, ക്യാഷ് അസറ്റ് അല്ലേ, ഡെബിറ്റ് സൈഡിൽ എഴുതണ്ടേ, ക്യാഷ് ഡെബിറ്റ് സൈഡിൽ. ഇനി പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് സാലറി, എക്സ്പെൻസ് അല്ലേ, അപ്പോൾ സാലറി ഡെബിറ്റ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് കമ്മീഷൻ റിസീവ്ഡ്, അത് ഇൻകം അല്ലേ, അപ്പോൾ കമ്മീഷൻ ക്രെഡിറ്റിൽ. അങ്ങനെ ഡെബിറ്റ് ക്രെഡിറ്റ് എഴുതി കഴിഞ്ഞ് ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാലി ആയിട്ട് കിട്ടും. സിമ്പിളാണ്, സിമ്പിൾ. അപ്പോൾ ട്രയൽ ബാലൻസ് നമുക്കൊരു 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും, ക്യാഷ് ബുക്കിന് റഫായിട്ടുള്ളൊരു ഫോമാറ്റ് മിസ്സോട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇങ്ങനെ നോക്കാം. ഇവിടെയാണ്, ഈ സൈഡിലാണ് നമ്മൾ റെസീപ്റ്റ്സ് എഴുതുക, ഇവിടെയാണ് നമ്മൾ പേയ്മെൻറ്റ്സ് എഴുതുക. ഇത് ഫുൾ ഫോർമാറ്റ് അല്ല കേട്ടോ, റഫായിട്ടൊരു ഫോർമാറ്റ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസിന് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതും. ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയും. പിന്നെ നമ്മളിവിടെ നമുക്ക് കിട്ടുന്നതല്ല, നമുക്ക് ആ ട്രാൻസാക്ഷൻ വായിക്കുമ്പോൾ അറിയാമല്ലോ ഏതൊക്കെ പൈസ കിട്ടുന്നത്, ഏതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നേ. കിട്ടുന്നതെല്ലാം ഇവിടെ എഴുതി വയ്ക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു, സാലറി പേ ചെയ്തു പോയി, ദെൻ റെൻറ്റ് പേ ചെയ്തു പോയി, ഇലക്ട്രിസിറ്റി പേ ചെയ്തു പോയി, പർച്ചേസസ് നടത്തി പോയി, അതൊക്കെ ഇവിടെ എഴുതി വയ്ക്കുക. ദെൻ ബാലൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്യാഷിൻ്റെ ക്ലോസിങ് ബാലൻസ് കിട്ടും. അത് സിമ്പിളായിട്ട് നമുക്ക് 15 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇതേപോലെ നമുക്ക് ഈസി സ്കോറിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസായിട്ട് മിസ് ഉടനെ വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തോളാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, താങ്ക് യു.